ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ്. കുക്ക് ചെയ്യുന്നത് മറ്റൊന്നുമല്ല, നല്ല സൂപ്പർ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ? ആയോ. ആദ്യമായി നമ്മുടെ ചെമ്മീൻ എടുക്കാം. അതിലേക്ക് ഒരൽപ്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. അടുത്തതായി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് സ്വല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. ചെമ്മീനിലേക്ക് നമ്മൾ നന്നായി ഒരു അരപ്പിട്ട് കൊടുത്തു. ഇനി നമുക്കിത് ഒരു 15 മിനിറ്റ് എങ്കിലും മിനിമം ഒരു ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുക്കണം. അപ്പോൾ നമ്മുടെ പാൻ നല്ല ചൂടായി കഴിഞ്ഞു. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ കൊഞ്ച് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. അത്യാവശ്യം നല്ല അരപ്പൊക്കെ അതിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറോളം നമ്മൾ വെച്ചിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. കുറച്ച് കറിവേപ്പില അതിലേക്ക് ചേർക്കാം. കൊഞ്ച് ഓരോന്നായി അതിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കൊഞ്ച് മുഴുവനായി നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്യുന്നതിനായി പാനിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി നന്നായി അതൊന്ന് മുരിഞ്ഞ് വരട്ടെ. അതിൻ്റെ പാൻ നമ്മളൊന്ന് മാറ്റി കൊടുത്തു കേട്ടോ. അത് എല്ലാം കൂടി അതിൽ ഒരുമിച്ചാക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നി മറ്റൊരു പാനിലേക്ക് മാറ്റി. ഒരു കറിവേപ്പില കൂടി എല്ലാം മുകളിലേക്ക് ഇട്ട് കൊടുത്ത് ആ ഒരു ഫ്ലേവറൊക്കെ അങ്ങോട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് നല്ല സെറ്റ് ആവാൻ പോവുകയാണ് കൂട്ടുകാരെ. ആദ്യമായി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണേ. ഫ്രൈ ചെയ്ത് ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്കിനി ഉള്ളിലേക്ക് ഒന്ന് വാട്ടി റോസ്റ്റിലേക്ക് പോകാം. ഇട്ട് കൊടുക്കാം. സൈഡ് നല്ല മുരിഞ്ഞിട്ടുണ്ട്. സാധാരണ അതിനാ കേട്ടോ വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത്. ഇന്ന് അതിനൊന്നില്ല ഇവിടെ. അപ്പോൾ സ്വന്തമായി വീഡിയോ എടുക്കുകയാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇതിൽ കാണാനുണ്ട്. എനിക്കത് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. സ്റ്റാൻഡായിട്ട് വെക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് ഇത്തിരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ നമ്മുടെ എല്ലാ പ്രോൺസും തിരിച്ചിട്ടിരിക്കുന്നു. അത്യാവശ്യം നന്നായിട്ടൊന്ന് വേവട്ടേതായി നമ്മുടെ ആ ഒരു ചെമ്മീൻ വറുത്തെടുത്ത ആ ചട്ടിയിലേക്ക് തന്നെ, ആ ഒരു പാനിലേക്ക് തന്നെ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ സവാളയും കുഞ്ഞുള്ളിയും രണ്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുള്ളി മാത്രം ഇടുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. അത്രയും നേരം ഇരുന്ന് പൊളിക്കാനുള്ള സമയക്കുറവ് മൂലം സവാളയും കൂടെ ആഡ് ചെയ്തത് കേട്ടോ. നല്ല എരിയുള്ള സവാളയായിരുന്നു. ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് പാടട്ടെ. ഒരു മുളക് കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. നന്നായി പാടട്ടെ. അപ്പോൾ നന്നായിട്ട് വാടി വരികയാണ് നമ്മുടെ ഉള്ളി. നമ്മളെപ്പോഴും കൊച്ചുള്ളി കൂടുതൽ എടുക്കാൻ നോക്കണം കേട്ടോ. കാരണം സവാള കൂടുതലാകുമ്പോഴത്തേക്ക് അതിനകത്ത് ചെറിയ മധുരമൊക്കെ വന്ന് തുടങ്ങും. കൊച്ചുള്ളി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്.
ഇതിലേക്ക് നമുക്കിനി നല്ലൊരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റും തക്കാളിയും ഉള്ളിയും എല്ലാം കൂടി നന്നായി ബ്ലെൻഡ് ആവട്ടെ. പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമായി മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് എടുത്തത്, ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി, ഒരു എരിവിന് വേണ്ടി കുരുമുളക് ഇട്ട് കൊടുക്കാം. സ്വല്പം മല്ലിപ്പൊടി, കുറച്ച് പെരുംജീരകം, ഇത്തിരി മസാല. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചൂടാവട്ടെ. ഇനി ഇതിലേക്ക് പച്ചമുളക് മാറി തുടങ്ങി നമ്മുടെ കുഞ്ഞ് അതിലേക്ക് തട്ടി കൊടുക്കാം. ഒന്നുകൂടി ഇളക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ഗ്ലാസോളം ചൂടുവെള്ളം, തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കൊഞ്ചിൻ്റെയും ആ ഒരു കറിവേപ്പിലയുടെയും ഫ്ലേവർ ഇങ്ങനെ വരികയാണ്. ഇനി നമ്മുടെ ഈ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അതിലേക്ക് ലയിക്കട്ടെ. ഒരു ഇത്തിരി നേരം നമുക്കത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിനി നമ്മുടെ ഈ ആ ഒരു വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് പറ്റി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഒരു രക്ഷയുമില്ല ഗൈസ്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡിഷാണ്. എനിക്ക് ചെമ്മീൻ്റെ എല്ലാ ഐറ്റംസും ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അത്യാവശ്യം നല്ല വറ്റി വരുന്നുണ്ട്. വാവ്, ഇനി ഒരൽപ്പം കറിവേപ്പില കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് പരിപാടിയാണ് നമ്മുടെ കറിവേപ്പില ഇടയിൽ. വാവ്, വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. നല്ല ഗ്രേവിയൊക്കെ ഉണ്ട് കൂട്ടുകാരെ. ഇതൊരു അടാർ ഐറ്റമാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സെറ്റായിട്ടുണ്ട്. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. വാവ്, അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് പ്രിപ്പയർ ആയി കഴിഞ്ഞിരിക്കുകയാണ്. നോക്കൂ ഗൈസ്, അതിൻ്റെ ഒരു നിറവും സ്മെല്ലും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തി, ചോറ് എല്ലാത്തിൻ്റെ കൂടെ ഒരേപോലെ പോകുന്ന ഒരു ഐറ്റമാണ്. ഞാനപ്പോൾ